ഒരു ദിവസം സുധി എവിടെയായിരുന്നു എന്ന് ആർക്കും അറിയില്ല. അർച്ചനയെ തേടി എവിടെ പോയതായിരിക്കും. വേറെന്ത് പണി അവനിപ്പോ ഉള്ളത്? ബാങ്കിലൊന്നും പോകാറില്ലെന്നാ കേൾക്കുന്നത്. ഇനി അവരെ അവിടെ നിർത്തുന്നത് ശരിയല്ല വിശ്വേട്ടാ. നമ്മൾ ചെന്ന് വിളിച്ചതല്ലേ, വരാതിരുന്ന എന്ത് ചെയ്യും? അവൾക്ക് ഇങ്ങോട്ട് വരണമെന്നുണ്ട്, പക്ഷെ അവൻ അതിന് തയ്യാറല്ല. അവന്റെ തെമ്മാടിത്തനങ്ങളൊന്നും ഇവിടെ നടക്കില്ലെന്ന് അവനറിയാം. അതാ വരാൻ പഠിക്കുന്നേ. എങ്ങനെയെങ്കിലും അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ പറ്റൂ വിശ്വേട്ടാ, അല്ലെങ്കിൽ സുധിയുടെ ജീവിതം കൂടുതൽ കുഴപ്പത്തിലാവും. കാര്യങ്ങൾ ഇപ്പോഴും കുഴപ്പത്തിൽ തന്നെയാ ജയന്തി. അതുകൊണ്ടല്ലേ നിരഞ്ജനെയും കുഞ്ഞിനെ ആച്ചിയമ്മയുടെ മുന്നിലിട്ടിട്ട് അവൻ ഇറങ്ങിപ്പോയത്. അവൻ ഇനിയും പോകും. അവരെ നിർബന്ധിച്ച് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ചാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നിരഞ്ജന അവിടെ പ്രാക്ടീസ് ചെയ്യുന്നു, അവിടുത്തെ ബാങ്കിലെ അവന് ജോലി. പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും? അവന് ട്രാൻസ്ഫർ വാങ്ങി വന്നൂടെ? നിരഞ്ജനയ്ക്ക് ഇവിടെയും പ്രാക്ടീസ് ചെയ്യാലോ. അവനെ കൊണ്ട് അവള് സഹി കെട്ടു. ഇനി അവക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നീ പറയുന്നൊക്കെ ശരിയാ. സുധി ചതിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും അവന്റെ ഒപ്പം നിരഞ്ജന പിടിച്ചു നിൽക്കുന്ന എന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഒരു പെണ്ണിനും സഹിക്കാനും പൊറുക്കാനും കഴിയുന്ന കാര്യങ്ങളല്ല അവനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിരഞ്ജനെ പോലൊരു പെണ്ണ് എന്തിന് ഇത്രയ്ക്ക് താന്നു കൊടുക്കണം? എന്നെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം അതാണ്. വിവാഹം കഴിഞ്ഞ നാളു മുതലേ അവന്റെ താല്പര്യങ്ങൾക്കൊത്ത് ജീവിക്കാനാണ് അവൾ ആഗ്രഹിച്ചത്. അവന്റെ എല്ലാ പിടിവാശികൾക്കും അവൾ കൂട്ടുനിന്നു. അവളുടെ സമ്മതമില്ലാതെ ഒരു കുഞ്ഞിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ അവന് കഴിയുമായിരുന്നില്ല. അതിനും അവൾ കൂട്ടുനിന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് ഇനി അവനെ കൈയൊഴിഞ്ഞു പോവാൻ അവൾക്ക് കഴിയില്ല. നിരഞ്ജന ഇപ്പോഴും അവിടെ നിൽക്കാനുള്ള കാരണം അതുതന്നെയാ, അല്ലാതെ മറ്റെന്താ? മോളെ, എന്താ ചേച്ചി? ഞാനൊരു കാര്യം ചോദിച്ചാ മോൾ സത്യം പറയുമോ? എന്താ ഒരു മുഖവുര? എന്താണെങ്കിലും ചേച്ചി പറയൂ. ഞാൻ കൂടെ ഉള്ളതുകൊണ്ടാണോ മോള് കല്യാണത്തിന് എതിർപ്പ് കാണിച്ചത്? കേട്ടിട്ട് നല്ല ബന്ധവാ അത്. എല്ലാവർക്കും അതിന് താല്പര്യമുണ്ട്. എന്നെ ഓർത്തത് മോള് വേണ്ടെന്ന് വെക്കരുത്. എനിക്കറിയാം ഞാനൊരു ബാധ്യതയാണെന്ന്. ഞാൻ ആ വിവാഹത്തിന് സമ്മതിക്കണമെന്നാണോ കാർത്തു ചേച്ചി പറയുന്നത്? അത് വേണം മോളെ, അത്രയ്ക്ക് മോൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നെക്കുറിച്ച് എല്ലാം അറിയാവുന്നവളാ കാർത്തു ചേച്ചി. ഒരു കുഞ്ഞിന്റെ അമ്മയായി എനിക്ക് എങ്ങനെ ഒരു പുരുഷനെ ചതിക്കാൻ കഴിയും? എന്റെ ഇന്നലകൾ അറിയാതെയാ ഇപ്പോഴീ ആലോചനകൾ വന്നിരിക്കുന്നത്. ഞാനൊരു കുഞ്ഞിന്റെ അമ്മയാണെന്നറിഞ്ഞ അയാൾ ഈ വിവാഹത്തിന് തയ്യാറാവുമെന്ന് കാർത്തു ചേച്ചി കരുതുന്നുണ്ടോ? ഈ സത്യമൊക്കെ അതെന്നായാലും പുറത്തു വരും. കാർത്തു ചേച്ചിക്കൊപ്പം കഴിഞ്ഞിരുന്ന നാളുകളിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു വിവാഹ ജീവിതം എനിക്കിനി ഉണ്ടാവില്ലെന്ന്. ആരൊക്കെ നിർബന്ധിച്ചാലും ഞാനതിന് തയ്യാറാവില്ല ചേച്ചി. ജീവിതത്തിൽ ഒരു തുണ വേണ്ടേ മോളെ? ഞാൻ കണ്ടെത്തിയ തുണയാണ് കാർത്തു ചേച്ചി. പിന്നെ പല പ്രാവശ്യം ഞാൻ മോളോട് ചോദിക്കണമെന്ന് കരുതിയതാ. അപ്പോഴൊന്നും എനിക്കതിനുള്ള ശക്തിയില്ലായിരുന്നു. എന്താ ചേച്ചി? ചേച്ചി ചോദിക്ക്. അത് പിന്നെ മോളുടെ കുഞ്ഞിനെപ്പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? ഈ കൈ നീട്ടിയ ആ കുഞ്ഞിനെ വിറ്റ കാശ് ഞാൻ വാങ്ങിയത്. അതിന്റെ പാവത്തിൽ നിന്ന് എനിക്കൊരിക്കലും മോചനം ഉണ്ടാവില്ല. മോളുടെ മുന്നിൽ നിൽക്കാനുള്ള അർഹത പോലും എനിക്കില്ല. അത്രയ്ക്ക് പാപിയാ ഞാൻ.
മോൾ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹം ഞാൻ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയാ. അതെന്നെ എപ്പോഴും നീട്ടി നീട്ടി കൊല്ലുക. ചേച്ചിക്കറിയോ, അവന്റെ നാള് രോഹിണിയാ. പല കൈമറിഞ്ഞ് അവൻ എത്തേണ്ട അടുത്ത് തന്നെ എത്തി. അപ്പോ കുഞ്ഞെവിടെയുണ്ടെന്ന് മോക്കറിയോ? അറിയാം, അവൻ അവന്റെ അച്ഛന്റെ അരികിലുണ്ട്. സുധിക്കും ഭാര്യയ്ക്കും കുഞ്ഞുങ്ങളില്ല. അവരെന്റെ മകനെ ദത്തെടുത്ത് വളർത്തുക. അവർക്കറിയോ കുഞ്ഞിന്റെ അച്ഛൻ സുധിയാണെന്ന്? സുധിക്കിപ്പോഴും അതറിയില്ല. ഞാനതൊക്കെ വിശദമായി പിന്നീട് ചേച്ചിയോട് പറയാം. ആ പിന്നെ ചേച്ചിക്കെന്റെ മോനെ കാണണ്ടേ? നല്ല മിടുക്കം മോനാണല്ലോ. എന്തായാലും മോൻ അവന്റെ അച്ഛന്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. നോക്കിക്കോ, അധികം വൈകാതെ മോനെ മോടെ കൈ കിട്ടും. കാർത്തു ചേച്ചിയുടെ പ്രാർത്ഥന ഇനി അതിനു വേണ്ടിയാ. ഞാൻ വന്നതറിഞ്ഞിട്ടും ശ്രുതി എന്താ താഴേക്ക് വരാത്തത്? അത് പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ റെഡിയാവുമായിരുന്നു. ആ പിന്നെ നമ്മുടെ സംസാരം അച്ഛമ്മ കേൾക്കണ്ടെന്ന് കരുതിയാ അച്ഛനെ ഞാൻ മുകളിലേക്ക് കൊണ്ടുവന്നത്. അല്ല, കുറച്ച് കഴിഞ്ഞാലേ ഞങ്ങൾ പോവും. ആ എനിക്കൊന്ന് പുറത്തേക്ക് പോകണമായിരുന്നു. ശ്രുതിയൊന്ന് നിന്നേ. ശ്രുതിയോട് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ വന്നത്. ശ്രുതി മടങ്ങി വന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ഇതുവരെ വീട്ടിലേക്ക് വന്നില്ല. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഭാഗ്യം ഇപ്പോൾ വീട്ടിലുണ്ട്. അവളെ വന്നൊന്നും കാണേണ്ട മനസ്സുപോലും നിങ്ങൾ കാണിച്ചില്ല. ഇപ്പോഴും ഞങ്ങളുടേത് ഒളിവ് ജീവിതമാണെന്ന് അങ്കിളിന് അറിയില്ലേ? വീട്ടിലേക്കൊന്ന് വന്നു പോകാൻ എത്ര സമയം വേണം? ഞങ്ങൾ പെരുമ്പടപ്പിലേക്കും പോയിട്ടില്ല. വരുന്നതും വരാത്തതുമൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇപ്പം എനിക്കറിയേണ്ടത് അതൊന്നുമല്ല. ശ്രുതി നിരഞ്ജനയോട് കാണിക്കുന്ന അവഗണനയെക്കുറിച്ചാണ്. ഞാൻ നിരഞ്ജനയോട് എന്ത് അവഗണനയെ കാണിച്ചത്? എന്തായാലും അച്ഛനെ വിളിച്ചു വരുത്തിയല്ലേ. അച്ഛന്റെ മുമ്പേ വെച്ചെന്നെ നിരഞ്ജന അത് പറയണം. അങ്കിളിന് അറിയാമോന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ഇതുവരെ എങ്ങനെയാ ജീവിച്ചതെന്ന്. അതൊരു അഡ്ജസ്റ്റ്മെന്റ് ജീവിതമായിരുന്നു. എന്റെ പ്രശ്നങ്ങളെല്ലാം ഞാൻ നിരഞ്ജനയോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ നിരഞ്ജനയും. നിരഞ്ജനയ്ക്ക് വേണ്ടത് ഒരു കുഞ്ഞായിരുന്നു. അവളുടെ ആ ആഗ്രഹം നിറവേറിക്കഴിഞ്ഞു. നിരഞ്ജനയ്ക്ക് ഒരു പ്രയാസവും വരുത്താതെയാ ഞാൻ ഇതുവരെ ജീവിച്ചത്. അല്ലാന്ന് നിരഞ്ജനയ്ക്ക് പറയാമോ? പിന്നെ എങ്ങനെയാണ് ഞാൻ നിരഞ്ജനെ അവഗണിച്ചത്? നിങ്ങൾ എങ്ങനെ ജീവിച്ചാലും പുറത്തുള്ളവർ അതറിയണമെന്നില്ല. അവരുടെ കണ്ണിൽ ശ്രുതി താലി കെട്ടിയ പെണ്ണാ നിരഞ്ജന, ശ്രുതിയുടെ ഭാര്യ. എല്ലാം അറിഞ്ഞു വെച്ച ശ്രുതി അവളെ വിവാഹം കഴിച്ചത്. ശ്രുതിയിലൊരു മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അവൾ ഇത്രയും നാളും ജീവിച്ചത്. എന്നിട്ടിപ്പോൾ ശ്രുതി കാണിക്കുന്നത് തികഞ്ഞ അനീതിയാണ്. ശ്രുതി എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും മൂന്നാമതൊരാൾക്ക് അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. എന്റെ കാര്യങ്ങളിൽ നിരഞ്ജന കാണിക്കുന്ന അമിതമായ ഉത്കണ്ഠയാണ് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. എന്നെ എന്റെ വഴിക്ക് വിട്. ശ്രുതി കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിക്കണം. നിരഞ്ജനയ്ക്ക് ശ്രുതിയുടെ ജീവിതത്തിൽ ഒരവകാശവും ഇല്ലെന്നാണോ ശ്രുതി പറയുന്നത്? എന്തവകാശം? കഴുത്തിലൊരു താലിച്ചരട് കെട്ടിയതുകൊണ്ട് മാത്രം ഭാര്യയും ഭർത്താവും ആവണമെന്നില്ല. അങ്ങനെയെങ്കിൽ ഇവളുടെ കഴുത്തിൽ താലി കെട്ടുന്നതിന് മുമ്പ് മറ്റൊരു പെണ്ണിന്റെ കഴുത്തിലും ഞാനൊരു താലിച്ചരട് കെട്ടിയിരുന്നു. ആദ്യം അതിനുത്തരം കണ്ടെത്തട്ടെ. അത് കഴിഞ്ഞ് മതി നിങ്ങളുടെ അവകാശം സ്ഥാപിക്കലൊക്കെ.
മോളെ അവൻ ലോൺ എടുത്തിട്ട് എത്ര നാളായി? അത് 3 വർഷമായി സാറേ. ഇൻട്രസ്റ്റ് എങ്കിലും കൃത്യമായി അടയ്ക്കണം കേട്ടോ. അടയ്ക്കാം സാർ. എന്താ അർച്ചനെ? അത് ഒരു മെയിൽ അയക്കണമായിരുന്നു. അറിയില്ലേ അയക്കാൻ? അത് രാജീവൻ സാർ അടുത്തിരിക്കല്ലേ, അങ്ങോട്ട് ചോദിച്ചൂടെ? മുമ്പെങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ, ഇപ്പൊ എന്താ ഒരു മടി? ആ ശരി. താങ്ക് യു സാർ. എന്താ അർച്ചന? അത് ഒരു ഡൗട്ടുണ്ട് സർ. ഈ ഫയൽ ഇതെങ്ങനെ അറ്റാച്ച് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇപ്പൊ ക്ലിയർ ആയില്ലേ? ആ, താങ്ക് യു സർ. ശരി. ഇന്നെന്താ ആർക്കും ചായ വേണ്ടേ? ഇന്നലെ അല്പം വൈകിയതിന് രാജീവൻ സാർ ചൂടായതാ. ഇനി ചായ തണുത്തുപോയെന്നായിരിക്കും കുറ്റം പറയുക. ആ, രാജീവൻ സാറിൻ്റെ പെരുമാറ്റത്തിൽ ഇപ്പം ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. രാജീവൻ സാറിന് എന്താ ഒരു മൂഡ് ഓഫ് പോലെ? അത് ഡേസി മാഡത്തിന് തോന്നുന്നതാ. അർച്ചനയുമായി സംസാരിച്ചോ? അനിയത്തിയുടെ വിവാഹമൊക്കെ കഴിഞ്ഞല്ലോ. അതിനുശേഷം പുറത്തു വെച്ചൊന്നും അർച്ചനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അർച്ചന താല്പര്യം കാണിക്കാത്ത സ്ഥിതിക്ക് അതിൻ്റെ പിന്നാലെയൊന്നും പോകണ്ടെന്ന് അമ്മ പറയുന്നത്. അത് ശരിയാണെന്ന് എനിക്കും തോന്നി. ഞാൻ അർച്ചനയുമായിട്ടൊന്ന് സംസാരിച്ചാലോ? അത് വേണ്ട മാഡം. മേഡം, ഇന്നെന്തായിരുന്നു രാജീവൻ സാറിനോട് സംശയം ചോദിക്കാൻ ഒരു മടി? അത് മുൻപ് 1-2 തവണ സാർ ഇത് പറഞ്ഞു തന്നതാ. വീണ്ടും ചോദിക്കാനൊരു മടി തോന്നി. സാറിന് ദേഷ്യം വരുമോന്നൊരു പേടി. അത്രേ ഉള്ളൂ. സത്യത്തിൽ ഞാൻ കരുതി വേറെന്തൊക്കെയോ ചില നീക്കങ്ങൾ നടന്നിട്ടുണ്ടെന്ന്. എന്ത് നീക്കം? പ്രപ്പോസലിന്റെ രൂപത്തിൽ എന്തെങ്കിലും നീക്കങ്ങൾ നടന്നിട്ടുണ്ടോന്നാ ഞാൻ ഉദ്ദേശിച്ചത്. രാജീവൻ സാറ് ഭയങ്കര മൂഡ് ഓഫിലാ. പ്രപ്പോസൽ വന്നിട്ടുണ്ടെങ്കിൽ അർച്ചന നോ പറഞ്ഞിട്ടുണ്ടോന്ന് സംശയമായിരുന്നു എനിക്ക്. എന്തൊക്കെയാ മാഡം ഊഹിച്ചത്? സാർ അങ്ങനെ വല്ലതും പറഞ്ഞോ? ഇല്ല, അർച്ചനയുടെ ഭാഗത്തുനിന്ന് അനുകൂലമായിട്ടൊന്നും ഉണ്ടാകാത്തതുകൊണ്ടാ രാജീവൻ സാറ് പിന്നൊരു നീക്കത്തിന് തയ്യാറാവാത്തതെന്നാ എനിക്ക് തോന്നിയത്. എന്റെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ല മാഡം. വിവാഹമൊന്നും അല്ല എനിക്കിപ്പോ പ്രധാനം. അർച്ചനയുടെ മനസ്സിൽ വേറെ ആരെങ്കിലും ഇടം പിടിച്ചിട്ടുണ്ടോ? എന്റെ മനസ്സിൽ ഈ ജോലിയും കുടുംബവും അല്ലാതെ മറ്റൊന്നുമില്ല. എന്തായാലും എനിക്കൊരു പ്രണയമുണ്ടെന്ന് മാഡത്തിന് തോന്നിയല്ലോ. അങ്ങനെയൊന്നും ഇല്ലെന്നാ എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറെ നാൾ നമ്മളൊരു വീട്ടിൽ കഴിഞ്ഞതല്ലേ. പിന്നെ ഓരോരുത്തരുടെ മനസ്സെന്താണെന്ന് അറിയില്ലല്ലോ. അയ്യോ, ഇതാരായി വന്ന് മോളെ മോനെ? അമ്മേ, നിങ്ങൾ ബൈക്കിലാണോ ഇത്രയും ദൂരം വന്നേ? അതിനത്ര ദൂരമൊന്നുമില്ലല്ലോ, ഞങ്ങളിങ്ങ് പോന്നു.
ഇവിടുത്തെ സ്ഥലമൊക്കെ കണ്ടുവരാൻ ബൈക്കാന്നല്ലോ തോന്നി. എന്നാലും ഇതല്പം കടന്ന കൈയായി പോയി. ആ അമ്മക്ക് ഇപ്പൊ എങ്ങനെ ഉണ്ട്? രേവതി വന്നേ പിന്നെ അമ്മയ്ക്കിപ്പോ പകുതി ജീവൻ വീണിട്ടുണ്ട്. അമ്പിളി സുഖല്ലേ? അതെ വിഷ്ണുട്ട. മുറ്റത്ത് നിന്ന് സംസാരിക്കാതെ കേറി വാ. വാ മോനെ വാ. എങ്ങനെയുണ്ട് മോളെ അവിടുത്തെ ജീവിതമൊക്കെ? സുഖം അമ്മേ. വിഷ്ണുവേട്ടന്റെ അമ്മ പാവ സ്ത്രീയാ. എന്നുവെച്ച് നീ നിന്റെ പഴയ സ്വഭാവം ഒന്നും ആ അമ്മയോട് കാണിക്കല്ലേ. നോക്കമ്മേ, ഇവൾ എന്ത് പറഞ്ഞാലും എനിക്കൊരു കുത്തു തരും. കുത്തല്ല, ഓർമ്മപ്പെടുത്തല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. അല്ല, എന്താ നിങ്ങളുടെ അവിടെ വേറെ ആരും വരായിരുന്നേ? വരാനുള്ളത് അമ്മാവനും ബന്ധുക്കളുവാ. അങ്ങേരെ വിഷ്ണുവേട്ടൻ ഇഷ്ടമല്ല. ഈ കല്യാണം മുടക്കാൻ അയാൾ പലയിടവും കാണിച്ചു. ആ, അയാളെ ഇവിടെ വന്ന് കണ്ടപ്പോഴേ എനിക്കത് തോന്നിയതാ. ഈ സ്ഥലത്തെ കുറിച്ച് ഇവിടെ വന്ന് കണ്ടിട്ട് ഒരു 100 കൂട്ടം കുറ്റം അയാൾ പറഞ്ഞിട്ട് പോയത്. ആ പിന്നമ്മേ, അയാൾക്കൊരു മോളുണ്ട്, ബിന്ദു. അവളെ കൊണ്ട് വിഷ്ണുവേട്ടനെ കെട്ടിക്കാൻ അയാൾ 18 അടവും പയറ്റി. നീ അവളെ കണ്ടിട്ടുണ്ടോടി? താലികെട്ടാൻ നിന്ന പെണ്ണ. അവളോ? മുറപ്പെണ്ണാണോ താലികെട്ടാൻ നിന്നെ? കല്യാണം കഴിഞ്ഞ് പിന്നെയും വേറൊരു ദിവസം അവള് കയറി വന്നു. എനിക്ക് പഠിപ്പില്ല, ആഭരണം കുറഞ്ഞുപോയി എന്നൊക്കെ കുറെ കുത്തി പറഞ്ഞു. ഞാനും വിട്ടൊന്നും കൊടുത്തില്ല. നീ ഇതൊക്കെ വിഷ്ണുവേട്ടനോട് പറഞ്ഞോ? ഇല്ല, വിഷ്ണുവേട്ടന്റെ അമ്മയ്ക്ക് അവളെന്ന് വെച്ചാ ജീവന. ഇനി അവള് വരട്ടെ, അവളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. രേവതി ദാ വരുന്നു വിഷ്ണുവേട്ടാ. സത്യത്തിൽ സുധിയോട് സഹതാപം തന്നെ എനിക്കിപ്പോ തോന്നുന്നത്. സ്വന്തം ചോര പിറന്ന കുഞ്ഞു കൂടെയുള്ളപ്പോ അത് മറ്റാർക്കോ പിറന്ന കുഞ്ഞാണെന്ന് വിശ്വസിച്ച് ജീവിക്കുന്നു. ലോകത്ത് ഒരു പുരുഷനും ഇങ്ങനൊരു വിധി സംഭവിക്കരുതെന്ന എന്റെ പ്രാർത്ഥന. ആദ്യമൊക്കെ സുധിക്ക് കുഞ്ഞ് ജീവനായിരുന്നു. സുധി ഒന്നെടുത്താ എത്ര വാശി പിടിച്ച് കരഞ്ഞാലും അവൻ കരച്ചിൽ നിർത്തും. രക്തത്തെ തിരിച്ചറിഞ്ഞെന്ന വിശ്വാസത്തിലായിരുന്നു ഞാൻ. ഒന്നാലോചിച്ചാ സുധിയെ കുറ്റം പറയാൻ നമുക്ക് പറ്റില്ല. മറ്റൊരു സ്ത്രീയിൽ തനിക്കൊരു കുഞ്ഞുണ്ടെന്നറിഞ്ഞാ ആരും തകർന്നു പോവും. ഇത്ര പെട്ടെന്നൊരകൽച്ച എങ്ങനെ ഉണ്ടാവും? ഒന്ന് കരഞ്ഞാ പോലും സുധി കൈകൊണ്ടെടുക്കില്ല. മുഖത്ത് നോക്കി ചിരിച്ചാ കണ്ട ഭാവം നടിക്കില്ല. ഇത്രയും അവഗണന കാണിക്കാൻ എന്റെ മോനെന്ത് പഴിച്ചു? ആച്ചിമ്മ വന്നതോടെ എന്നോടും കുഞ്ഞിനോടും ഉള്ള എല്ലാ ഉത്തരവാദിത്വം അവസാനിച്ചെന്ന മട്ടില്ല സുധിയുടെ പെരുമാറ്റം. ഞാൻ പറഞ്ഞില്ലേ, ഒരു ദിവസം ഇറങ്ങിപ്പോയ സുധി കേറി വന്നത് പിറ്റേന്നാ. ഒന്ന് ഫോണിൽ വിളിച്ച് അന്വേഷിക്കാനുള്ള മനസ്സുപോലും സുധി കാണിച്ചില്ല. നിരഞ്ജന ഈ വിവരങ്ങളൊന്നും ജയന്തി മാഡത്തെ അറിയിച്ചില്ലേ? അമ്മയ്ക്ക് എന്ത് ചെയ്യാനാവും? അവർ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് എന്നില്ല. ഞാൻ അവരെ ചതിക്കുകയാണെന്നറിഞ്ഞ അവരുടെ മനസ്സിലുള്ള എന്റെ സ്ഥാനം അതോടെ ഇല്ലാതാവും. എനിക്കെന്റെ വേദനകൾ പങ്കിടാൻ കഴിയുന്നത് നിന്നോട് മാത്രമാ. അർച്ചനയെ കണ്ടെത്തിയേ അടങ്ങുമെന്ന് സുധി നിശ്ചയിച്ച അവളെ കണ്ടെത്താൻ കഴിയും. നിരഞ്ജന അങ്ങനൊരു സാധ്യത തള്ളിക്കളയരുത്. അങ്ങനൊരു സാഹചര്യം ഉണ്ടായാ എന്തായിരിക്കും നിരഞ്ജനയുടെ മനോഭാവം? സ്നേഹയുടെ ചോദ്യത്തിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനും എന്റെ കുഞ്ഞും സുധിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവോന്നല്ലേ? ഞാനതിനൊരുക്കുമായിരുന്നു. ഫൈസിനെ കാണാൻ വരുന്നതിന് മുമ്പ് വരെ. ഫൈസി പറഞ്ഞിട്ടാ കാര്യങ്ങളുടെ ഗൗരവം എനിക്ക് മനസ്സിലായത്. സുധി അർച്ചനെ കണ്ടെത്തിയാലും അർച്ചന സുധിക്കൊപ്പം ജീവിക്കാൻ തയ്യാറായാലും സുധിയുടെ ഭാര്യ എന്ന സ്ഥാനത്ത് ഞാൻ തന്നെയായിരിക്കും. നിരഞ്ജനയിൽ നിന്നും ഇങ്ങനൊരു തീരുമാനം തന്നെയാ ഞാനും ഫൈസി ആഗ്രഹിച്ചത്. സുധിക്കൊപ്പം നിരഞ്ജനയുണ്ടെങ്കിൽ അർച്ചനയ്ക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടായാൽ പോലും ഒന്നിച്ചൊരു ജീവിതത്തിന് അവള് തയ്യാറാവില്ല. ഞാൻ മനസ്സിലാക്കിയ അർച്ചന ഒരിക്കലും സുധിക്കൊപ്പം ഒരു ജീവിതം ആഗ്രഹിക്കുന്നവളല്ല. അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടും മുഖം തിരികെ അവള് ചെയ്തത്. ഇപ്പോ സുധി നിന്റെ ഭർത്താവും നിന്റെ കുഞ്ഞിന്റെ അച്ഛനുമാണ്. സുധിയുമായിട്ടൊരു കൂടിക്കാഴ്ച ഉണ്ടായാൽ തന്നെ അർച്ചന സുധിയെ അകറ്റി നിർത്തിക്കോളും. ഒരു കുഞ്ഞിന്റെ അമ്മയായ കാര്യം പോലും അവള് സുധിയോട് പറയില്ല.
നിരഞ്ജന ശ്രദ്ധിക്കേണ്ടത് അവർ തമ്മിൽ മനസ്സ് തുറന്നൊരു കൂടിക്കാഴ്ച ഉണ്ടാവാതിരിക്കാനാ. എന്ത് പ്രശ്നം വന്നാലും സുധിക്കൊപ്പം നീ നിൽക്കണമെന്ന് ഞാനും ഫൈസിയും നിന്നോട് പറയുന്നത് അതുകൊണ്ടാ. ധീരന